ഹലോ, നമുക്കിന്ന് ഒരു ബോട്ടി ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ബോട്ടി വരട്ട് എന്നാൽ ബോട്ടി ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിപ്പിക്കുക. കുക്കറിൽ വേവിപ്പിക്കണേ, എന്നാലേ നല്ല വെന്ത് കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് മാത്രം മതി. എല്ലാം വേവിപ്പിക്കുക. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി, കൊച്ചുള്ളി അറിയും ചില സ്ഥലത്തൊക്കെ കേട്ടോ. ഇവിടെ ചെറിയ ഉള്ളിയാണ്. പിന്നെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതാദ്യം നന്നാക്കട്ടെ കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം തോലൊക്കെ പൊളിച്ച്. ചെറിയ ഉള്ളി കുറച്ചും കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതിനെക്കൊണ്ട് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. കുറച്ചും കൂടെ ആയാലും ചെറിയ ഉള്ളി രസമാണ്. ചെറിയ ഉള്ളി എത്ര ഇടുന്ന അത്രക്കും രസമാണ് ചെറിയ ഉള്ളി. വലിയ ഉള്ളിയും തക്കാളി അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ഇഞ്ചിയൊന്നും ഞാനിടില്ല, കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നാക്കി എടുക്കട്ടോ. വെളുത്തുള്ളിൻ്റെ ഈ മുകളിലത്തെ തോല് മാത്രം പോയാൽ മതി, ഫുള്ളും പോകണമെന്നൊന്നുമില്ല കേട്ടോ. മുകളിലത്തെ തോലില്ലേ, അത് മാത്രം ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. നമ്മളെ കത്തി പിന്നെ ഭയങ്കര മൂർച്ചയാണ്, അതിനെക്കൊണ്ടൊന്ന് മസിൽ പിടിക്കണം. മീൻ മുറിക്കുക നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഭയങ്കര മൂർച്ചയാണ്. ബലം പിടിച്ചാൽ മതി. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊരു കാര്യം ചെയ്യണോ എന്തെന്നോ, ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് ഇടുക. കുരുമുളകും ചെറിയ ജീരകവും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടാക്കുക. ഇനി നല്ലോണം ചൂടാക്കിയെടുക്കുക. കുരുമുളകൊന്ന് കഴുകിയതാണ്. ആദ്യം കുരുമുളകൊന്ന് നല്ലോണം ചൂടാക്കട്ടെ. കഴുകിയതിനെ കൊണ്ടേ നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ കുരുമുളക്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടാൽ ഇത്ര മതി കേട്ടോ.
ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചൂടാക്കുക. പൊട്ടിട്ടോ കിടിക്കിടിക്കിടിന്നിട്ട് ചെറുതായിട്ടിങ്ങനെ പൊട്ടും. അപ്പം എന്താക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനൊരു കുറച്ചും കൂടെ ഇടാം കേട്ടോ. കുറച്ചും കൂടെ ഇട്ടിട്ട് മല്ലിപ്പൊടി എല്ലാം ചൂടാക്കുക. മല്ലിപ്പൊടി ഇടണം കേട്ടോ, എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബോട്ടിക്ക്. നല്ലോണം ചൂടായി വരട്ടെ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതെന്നിട്ട് ഒന്ന് തണിയട്ടെ കേട്ടോ. അപ്പം ചട്ടി എടുക്കുക, മൺചട്ടി. രാത്രി എനിക്കുണ്ടാട്ടോ ഞാൻ തീ കത്തിച്ചിട്ടിട്ട്, അല്ലെങ്കിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാവട്ടെ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഒപ്പം ചൂടാകും. ഇളക്കി കൊടുക്കും. കുറച്ച് ഇതിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പിടാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ ബോട്ടി വേവിപ്പിക്കുമ്പോൾ ഉപ്പിട്ടിട്ടല്ലേ വേവിപ്പിക്കുക. അപ്പം ഉള്ളിയൊക്കെ നല്ലോണം വാടാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. നല്ലോണം ഒന്ന് വാടട്ടെ. അപ്പത്തിനേക്കും നമുക്ക് ബോട്ടി വേവിപ്പിക്കുമ്പോൾ ഉപ്പിട്ടിട്ടല്ലേ വേവിപ്പിക്കുക. അപ്പം ഉള്ളിയൊക്കെ നല്ലോണം വാടാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മതി. നല്ലോണം ഒന്ന് വാടട്ടെ. അപ്പത്തിനേക്കും നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നേരത്തെ ആക്കി വെച്ച നല്ലോണം പാടി വന്നിട്ടുണ്ട് കേട്ടോ. അത്ര മതി. വാടുമ്പോൾ നമ്മൾ അരച്ച് വെച്ചതില്ലേ, പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയും ചെറിയ ജീരകവും പിന്നെ കുരുമുളകും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഇത്രക്ക് മതി. ഇത് നന്നായിട്ട് ഇളക്കുക.
വേണമെങ്കിൽ നമുക്ക് ഓട്ടിട്ടതിൻ്റെ ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നമുക്ക് ബോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണ്ടാക്കണോ, ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് ഈ പൊടികളൊക്കെ ഇതൊന്ന് നല്ലോണം അതിലൊന്ന് പിടിക്കട്ടെ കേട്ടോ. നമ്മൾ വേവിപ്പിച്ച വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, കുറച്ച് വെള്ളം, നല്ല കുറച്ചും കൂടെ വെള്ളം വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കാം. നമുക്ക് കുറച്ച് നേരം 2-3-4 മിനിറ്റ് മൂടി വെക്കാം. സിമ്മിൽ കേട്ടോ ആയിട്ടുണ്ട്. ഇല്ല ഉണ്ടാക്കി നോക്കിട്ടോ. ഇത് പറയാം എന്താ നല്ല ടേസ്റ്റാണ്. തക്കാളി ഒന്നും ഇടണ്ട കേട്ടോ. തക്കാളി ഒന്നും വേണ്ട. ബോട്ടിയിൽ തക്കാളിൻ്റെ ആവശ്യമില്ല. ഇതാ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ചോറ് വേണം വീട്ടിൽ ഓഫാക്കട്ടെ. കിലോന് ചോറ് കൊടുക്കട്ടെ. ഊട്ടിൻ്റെ പിന്നെ ഇത് മാത്രം മതി കേട്ടോ. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം കൂട്ടി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കേ, അസ്സലാമു അലൈക്കും.